നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നാടിനെ വിറപ്പിച്ച റിപ്പർ ചന്ദ്രൻ കേസിലെ നിർമ്മാണ ദൃക്സാക്ഷിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കേസിലെ പ്രധാന ദൃക്സാക്ഷിയായിരുന്ന കാസർഗോഡ് മഞ്ചേശ്വരം വാമഞ്ചൂർ സ്വദേശി ബാലചന്ദ്രനെയാണ് സ്വന്തം വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മഞ്ചേശ്വരം ചൌക്കി ഗ്രാമത്തിന്റെ വേദനയായി ഉമറുൽ ഫാറൂഖ്. കുണ്ടുകോളക്കെ കടൽ തീരത്ത് തിരമാലയിൽപ്പെട്ട് കാണാതായ ഉമറുൽ ഫാറൂഖിനായി ഒരു നാടൊന്നാകെ പ്രാർത്ഥനയിലായിരുന്നു. ആ പ്രാർത്ഥനകളെ വിഫലമാക്കിക്കൊണ്ട് ഹൊസബെട്ടു കടപ്പുറത്ത് നിന്നുമാണ് ഉമറുൽ ഫാറൂഖിനെ കണ്ടെത്തിയത്. ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം ഹോസ്ദുർഗ് ഉപജില്ല യാത്രയപ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരിലും പരിസര പ്രദേശങ്ങളിലുമായി 5 റെയിൽവേ ഗേറ്റുകളാണ് വാഹനയാത്രക്കാരെ കുരുക്കിയിടുന്നത്. മേൽപ്പാലങ്ങൾ അനുവദിച്ചുവെന്ന പ്രഖ്യാപനമല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു പതിറ്റാണ്ട് കഴിഞ്ഞും യാഥാർത്ഥ്യമായില്ല. ചരിത്ര പ്രസിദ്ധമായ പാറപ്പള്ളി മഖാമുറൂസിന് തുടക്കം സമസ്ത പ്രസിഡന്റും കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ഖാസിയുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉറൂസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നു. മടിയൻകുളം ക്ഷേത്രപാലക ക്ഷേത്ര പുനഃപ്രതിഷ്ഠ നിർമ്മാണം പൂർത്തിയായ വിവിധ പ്രവൃത്തികളുടെ സമർപ്പണം നടന്നു. വാർത്തകൾ വിശദമായി. നാടിനെ വിറപ്പിച്ച റിപ്പർ ചന്ദ്രൻ കേസിലെ നിർണായക ദൃക്സാക്ഷിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കേസിലെ പ്രധാന ദൃക്സാക്ഷിയായിരുന്ന കാസർഗോഡ് മഞ്ചേശ്വരം വാമഞ്ചൂർ സ്വദേശി ബാലചന്ദ്രനെയാണ് സ്വന്തം വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റാൻ നിർണായകമായത് ബാലചന്ദ്രന്റെ മൊഴിയാണ്. നാടിനെ വിറപ്പിച്ച റിപ്പർ ചന്ദ്രൻ കൊലക്കേസിലെ പ്രധാന ദൃക്സാക്ഷിയായിരുന്ന ബാലചന്ദ്രനെ കഴിഞ്ഞ ദിവസമാണ് സ്വന്തം വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മഞ്ചേശ്വരം വാമഞ്ചൂർ ചെക്ക് പോസ്റ്റ് ശാസ്താ ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടിലാണ് സംഭവം. 3 ദിവസമായി ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് മംഗളൂരുവിൽ താമസിക്കുന്ന സഹോദരി ശശികല ബുധനാഴ്ച വൈകുന്നേരം വീട്ടിലെത്തി പരിശോധിക്കുമ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. വീട് അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റുകയും ചെയ്തു. പരേതരായ നരസപ്പയ്യ ഹന്ദയുടെയും ഇന്ദിരാ ഹന്ദയുടെയും മകനാണ് ബാലചന്ദ്രൻ. പ്രദേശത്തെ ക്ഷേത്രത്തിൽ പൂജാരിമാരുടെ സഹായിയായി ജോലി ചെയ്തു വരികയായിരുന്നു. 1985-ൽ നാടിനെ ഞെട്ടിച്ച വാമഞ്ചൂർ ഇരട്ടക്കൊലപാതക കേസിൽ ബാലചന്ദ്രൻ നൽകിയ മൊഴിയാണ് റിപ്പർ ചന്ദ്രന് വധശിക്ഷ വിധിക്കാൻ നിർണായകമായത്. അന്ന് 13 വയസ്സുകാരനായിരുന്ന ബാലചന്ദ്രൻ സ്വന്തം പിതാവിനെയും ജോലിക്കാരനെയും റിപ്പർ ചന്ദ്രൻ കൊലപ്പെടുത്തിയ സംഭവത്തിന്റെ ദൃക്സാക്ഷിയായിരുന്നു. വീട്ടിൽ കയറി ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് നരസപ്പയ്യ ഹന്ദയെയും ജോലിക്കാരനായ വിശ്വനാഥനെയും റിപ്പർ ചന്ദ്രൻ കൊലപ്പെടുത്തുകയായിരുന്നു. മാതാവ് ഇന്ദിരാ ഹന്ദയെയും ഗുരുതരമായി ആക്രമിച്ചെങ്കിലും പിന്നീട് അവർക്ക് ചികിത്സയിലൂടെ ജീവൻ തിരികെ ലഭിച്ചു. എന്നാൽ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് പിന്നീട് അവർ മരണത്തിന് കീഴടങ്ങി. ഈ കേസ് ഉൾപ്പെടെ 14 കൊലക്കേസുകളിലെ പ്രതിയായിരുന്ന റിപ്പർ ചന്ദ്രന് 13 കേസുകളിൽ ജീവപര്യന്തം തടവ് ശിക്ഷയും വാമഞ്ചൂർ കേസിൽ വധശിക്ഷയുമാണ് കോടതി വിധിച്ചത്. സുപ്രീം കോടതിയും രാഷ്ട്രപതിയും ശിക്ഷ ശരിവച്ചതിനെ തുടർന്ന് 1991 ജൂലൈ 6-ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ വെച്ചാണ് റിപ്പർ ചന്ദ്രന്റെ വധശിക്ഷ നടപ്പാക്കിയത്. കേരളത്തിലെ അവസാനത്തെ വധശിക്ഷയാണ് ഇത്. ബാലചന്ദ്രനെ വീട്ടിനകത്ത് പൂട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയ സാഹചര്യത്തിൽ സ്വാഭാവിക മരണമാണ് എന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും അസ്വാഭാവിക മരണമായി കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷമേ മരണകാരണം വ്യക്തമാകൂ. നാടിനെ ഒരിക്കൽ നടുക്കിയ കൊലക്കേസിലെ നിർണായക സാക്ഷിയായിരുന്ന വ്യക്തിയുടെ മരണത്തോടെ റിപ്പർ ചന്ദ്രൻ നടത്തിയ ക്രൂരത നാട്ടിൽ വീണ്ടും ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം ചൌക്കി ഗ്രാമത്തിന്റെ വേദനയായി ഉമറുൽ ഫാറൂഖ്. കുണ്ടുകോളക്കെ കടൽ തീരത്ത് തിരമാലയിൽപ്പെട്ട് കാണാതായ ഉമറുൽ ഫാറൂഖിനായി ഒരു നാടൊന്നാകെ പ്രാർത്ഥനയിലായിരുന്നു. ആ പ്രാർത്ഥനകളെ വിഫലമാക്കിക്കൊണ്ട് ഹൊസബെട്ടു കടപ്പുറത്ത് നിന്നുമാണ് ഉമറുൽ ഫാറൂഖിനെ കണ്ടെത്തിയത്.
ಮಂಜೇಶ್ವರ ಕುಂಡುಕೊಳಕ್ಕೆ ಸಮುದ್ರ ಕಿನಾರೆಯಲ್ಲಿ ಬುಧವಾರ ಸಂಜೆ ಅಲೆಗಳ ಅಬ್ಬರಕ್ಕೆ ಸಿಲುಕಿ ನಾಪತ್ತೆಯಾಗಿದ್ದ ಯುವಕನ ಮೃತದೇಹ ಗುರುವಾರ ಸಂಜೆ ಹೊಸಬೆಟ್ಟು ಕಡಪುರದಲ್ಲಿ ಪತ್ತೆಯಾಗಿದೆ. ಮಂಜೇಶ್ವರ ಚೌಕಿ ನಿವಾಸಿಗಳಾದ ಉಮರುಲ್ ಫಾರೂಕ್ ಹಾಗೂ ರಜೀನಾ ದಂಪತಿಗಳ ಪುತ್ರ ಮೊಹಮ್ಮದ್ ಝೈನುಲ್ ಹಬೀದ್ ಬುಧವಾರ ಸಂಜೆ ತನ್ನ ಸ್ನೇಹಿತರೊಂದಿಗೆ ಕುಂಡುಕೊಳಕ್ಕೆ ಬೀಚಿಗೆ ವಿಹಾರಕ್ಕೆ ಆಗಮಿಸಿದ್ದರು. ಈ ಸಂದರ್ಭದಲ್ಲಿ ಅಲೆಗಳ ಅಬ್ಬರಕ್ಕೆ ಸಿಲುಕಿ ಅವರು ಸಮುದ್ರದಲ್ಲಿ ಕೊಚ್ಚಿ ಹೋಗಿದ್ದರು. ತಕ್ಷಣವೇ ಸ್ಥಳೀಯರು ಹಾಗೂ ರಕ್ಷಣಾ ತಂಡಗಳು ಹುಡುಕಾಟ ನಡೆಸಿದರೂ ಬುಧವಾರ ಯಾವುದೇ ಸುಳಿವು ಲಭ್ಯವಾಗಿರಲಿಲ್ಲ. ಗುರುವಾರ ಬೆಳಗಿನಿಂದಲೇ ಶೋಧ ಕಾರ್ಯ ಬಿರುಸಿನಿಂದ ಸಾಗಿತ್ತು. ಸಂಜೆಯ ವೇಳೆಗೆ ಘಟನಾ ಸ್ಥಳದಿಂದ ಸ್ವಲ್ಪ ದೂರದ ಹೊಸಬೆಟ್ಟು ಕಡಪುರದಲ್ಲಿ ಯುವಕನ ಮೃತದೇಹ ದಡಕ್ಕೆ ಬಂದು ಬಿದ್ದಿರುವುದು ಕಂಡುಬಂದಿದೆ. ಮಗನನ್ನು ಕಳೆದುಕೊಂಡ ಕುಟುಂಬದ ಆಕ್ರಂದನ ಮುಗಿಲು ಮುಟ್ಟಿದ್ದು ಚೌಕಿ ಪರಿಸರದಲ್ಲಿ ಶೋಕದ ವಾತಾವರಣ ನಿರ್ಮಾಣವಾಗಿದೆ. ಕುಂಡುಕೊಳಕ್ಕೆ ಬೀಚಿನಲ್ಲಿ ಪದೇ ಪದೇ ಇಂತಹ ಅನಾಹುತಗಳು ಸಂಭವಿಸುತ್ತಿದ್ದರೂ ಇಲ್ಲಿ ಸರಿಯಾದ ಸುರಕ್ಷಾ ವ್ಯವಸ್ಥೆಗಳು ಇಲ್ಲದಿರುವುದು ಸ್ಥಳೀಯರ ಆಕ್ರೋಶಕ್ಕೆ ಕಾರಣವಾಗಿದೆ. ಲೈಫ್ ಗಾರ್ಡ್ಗಳ ಕೊರತೆ ಹಾಗೂ ಎಚ್ಚರಿಕೆ ಫಲಕಗಳಿಲ್ಲದ ಕಾರಣ ಇಂತಹ ಅಮಾಯಕ ಜೀವಗಳು ಬಲಿಯಾಗುತ್ತಿವೆ ಎಂದು ಪ್ರವಾಸಿಗರು ದೂರಿದ್ದಾರೆ. ಅಬ್ದುಲ್ ರೆಹಮಾನ್ ಉದ್ಯಾವರ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വര. മഞ്ചേശ്വരം കുണ്ടുകുളക്കെ ബീച്ചിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നത് ആശങ്ക ഉയർത്തുന്നു. അവധി ആഘോഷങ്ങൾക്കും ദിനം പ്രതി നൂറുകണക്കിന് പേരാണ് ഇവിടെ എത്തുന്നത്. എന്നാൽ മതിയായ സുരക്ഷാ സംവിധാനമില്ലാത്തതും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും ഇവിടെ എത്തുന്നവർക്ക് വലിയ രീതിയിൽ വെല്ലുവിളിയാവുകയാണ്. മഞ്ചേശ്വരത്തെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ് കുണ്ടുകൊളക്കെ ബീച്ച്. മനോഹരമായ ഈ ബീച്ചിൽ സായാഹ്നം ചിലവഴിക്കുവാനായി ദിനംപ്രതി നൂറുകണക്കിന് പേരാണ് എത്തുന്നത്. മഞ്ചേശ്വരം താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കർണാടക അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നുമെല്ലാം അവധി ആഘോഷങ്ങൾക്കും മറ്റുമായി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തുന്നു. ഇത്തരത്തിൽ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി മാറിയിട്ടും മതിയായ സുരക്ഷാ സംവിധാനമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഈ ബീച്ചിലില്ല. ഇത് കാരണം ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാകുന്നുവെന്ന പരാതിയും ശക്തമാണ്. കഴിഞ്ഞ ദിവസം 18-കാരനെ തിരമാലകളിൽപ്പെട്ട് കാണാതായതും മരണം സംഭവിച്ചതും ഈ പരാതിയെ ശരിവയ്ക്കുന്നതാണ്. കുടുംബത്തോടൊപ്പം ബീച്ചിലെത്തിയ മഞ്ചേശ്വരം ചൗക്കിയിലെ ഉമറുൽ ഫാറൂഖിൻ്റെ മകൻ മുഹമ്മദ് സൈനുൽ ആബിദിനെയാണ് തിരമാലയിൽപ്പെട്ട് കടലിൽ കാണാതായത്. ബുധനാഴ്ച വൈകിട്ടാണ് ഇവർ ബീച്ചിലെത്തിയത്. തിരച്ചിലിനൊടുവിൽ വ്യാഴാഴ്ച വൈകിട്ട് ഹൊസബെട്ടു മത്സ്യബന്ധന തുറമുഖത്തിന് സമീപത്തു നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. വൈകുന്നേരങ്ങളിൽ ഈ ബീച്ചിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അവധിക്കാലങ്ങളിൽ ബീച്ച് ഫെസ്റ്റ് ഉൾപ്പെടെ ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം ബീച്ചിൽ കളിക്കുന്നതിനിടെ ഒരു കുട്ടി തിരമാലയിൽപ്പെട്ടിരുന്നു. രക്ഷിക്കുവാനിറങ്ങിയ മാതാവും അപകടത്തിൽപ്പെടുകയുണ്ടായി. ആൾക്കാർ നോക്കി നിൽക്കെ നാട്ടുകാരനായ ഒരു യുവാവ് കടലിലിറങ്ങി രണ്ടുപേരെയും രക്ഷിക്കുകയായിരുന്നു. ഒരു വർഷം മുൻപ് കടലിൽ കുളിക്കുവാനിറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചിരുന്നു. ആഘോഷങ്ങൾക്കായി എത്തുന്നവർ കുട്ടികളടക്കം അശ്രദ്ധമായി കടലിലിറങ്ങി കുളിക്കുന്നത് പതിവാണ്. എന്നാൽ ഇവരെ നിയന്ത്രിക്കുവാനോ നിർദ്ദേശങ്ങൾ നൽകുവാനോ സംവിധാനമില്ല. വലിയ അപകടങ്ങൾ സംഭവിക്കുമ്പോൾ മാത്രമാണ് അധികൃതരുടെ ഇടപെടലുണ്ടാകുന്നത്. ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവരെ ഉൾക്കൊള്ളിച്ച് കടൽ സുരക്ഷാ സ്ക്വാഡ് രൂപവൽക്കരിച്ചിട്ടുണ്ട്. ഇവർക്ക് പരിശീലനം പൂർത്തിയാക്കി സർട്ടിഫിക്കറ്റുകളും ലൈസൻസും നൽകിയിട്ടുണ്ടെങ്കിലും നിലവിൽ മത്സ്യബന്ധന മേഖലയിൽ മാത്രമാണ് ഇവരുടെ സേവനം ലഭ്യമാക്കിയിട്ടുള്ളത്. ആൾത്തിരക്കേറുന്ന ബീച്ചിലുൾപ്പെടെ പരിശീലനം ലഭിച്ച ഗാർഡുകളെ നിയമിക്കണമെന്നാണ് വിനോദസഞ്ചാരത്തിനായി എത്തുന്നവരുടെയും നാട്ടുകാരുടെയും ആവശ്യം. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം ഹോസ്ദുർഗ് ഉപജില്ല യാത്രയയപ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം ഹോസ്ദുർഗ് ഉപജില്ല യാത്രയയപ്പ് സംഘടിപ്പിച്ചു. പ്രഥമ അധ്യാപകരുടെ അനുഭവം പങ്കുവയ്ക്കലും നടന്നു. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം നിർവഹിച്ചു. പൊതുവെ കേരളത്തിന്റെ ആയുർദൈർഘ്യം വളരെ മെച്ചപ്പെട്ടതാണ്. ആയുർദൈർഘ്യം വളരെ അത് ഇന്നോ ഇന്നലെ തുടങ്ങിയല്ല, പണ്ടേ ആരംഭിച്ച. പണ്ട് ചെറുപ്പത്തിൽ മുത്തശ്ശി കഥകളിൽ കേട്ടിട്ടുണ്ട്. കൊയിലാണ്ടിയിലും കൊല്ലത്തുമൊക്കെ 90 കഴിഞ്ഞിട്ടും പെണ്ണ് കെട്ടാൻ വേണ്ടി പോയ മുത്തച്ഛന്മാരുടെ കഥകളും ചെറുപ്പകാലങ്ങളിൽ. ഇപ്പം അങ്ങനെയൊക്കെ കഥയൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് വേറെ. ഏതായാലും നമ്മൾ ആയുർദൈർഘ്യം കൂടുതലില്ല. നമ്മൾ ആരോഗ്യരംഗത്ത് കൈവരിച്ച നേട്ടമാണ് കേട്ടോ. നമ്മൾ ആരോഗ്യരംഗത്ത് കൈവരിച്ച നേട്ടത്തിന്റെ ഫലമായിട്ടാണ്
റിപ്പോർട്ടർ പറയുന്നത് കേരളത്തിലെ കുഞ്ഞുങ്ങളെ കാണാൻ നല്ല ചന്തമുണ്ട്. കേരളത്തിലെ അമ്മമാർ ജന്മം നൽകുന്ന കുട്ടികളെ, കവിള് തുടുത്ത മക്കളെയാണ് കേരളത്തിലെ അമ്മമാർ ജന്മം നൽകുന്നത്. ആരോഗ്യമുള്ള കുട്ടികളെ കേരളത്തിന് നൽകാൻ കഴിയുന്നത് കേരളം ആരോഗ്യരംഗത്ത് കൈവരിച്ച നേട്ടമാണ്. കല്യാണം കഴിഞ്ഞ വീടുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ഹോസ്ദുർഗ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുരേന്ദ്രൻ കെ അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് ഡിഇഒ രോഹിൻ രാജ് ആർ KES ഉപഹാര സമർപ്പണം നടത്തി. പി ജയശ്രീ, അനിൽ മണിയറ, സനിൽകുമാർ, ജയൻ കെ, ദിനേശൻ VV, ബാബു NK എന്നിവർ സംസാരിച്ചു. രാജീവൻ KV സ്വാഗതം പറഞ്ഞു. ഇബ്രാഹിം B, ഭാസ്കരൻ പേക്കടം, ജ്യോതിലക്ഷ്മി C, ഉഷ വടക്കമ്പത്ത്, രാജീവൻ പുന്നക്കോടൻ, ബാലചന്ദ്രൻ N, സുരേഷൻ കുയ്യനങ്ങാടൻ, രാജൻ MK, ബാലചന്ദ്രൻ C, സജി MA, വനജ MB, പത്മാക്ഷി K, നിർമ്മല MP എന്നിവർ മറുമൊഴി ഭാഷണം നടത്തി. ബിജു PK നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂരിലും പരിസരങ്ങളിലുമായി 5 റെയിൽവേ ഗേറ്റുകളാണ് വാഹനയാത്രക്കാരെ കുരുക്കിയിടുന്നത്. മേൽപ്പാലങ്ങൾ അനുവദിച്ചുവെന്ന പ്രഖ്യാപനമല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു പതിറ്റാണ്ട് കഴിഞ്ഞും യാഥാർത്ഥ്യമായില്ല. മനുഷ്യച്ചങ്ങല തീർത്തതുൾപ്പെടെ പ്രക്ഷോഭവുമായി വ്യാപാരികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. യാത്ര ചെയ്യുന്നവരെ പിന്നോട്ടടിപ്പിക്കുന്ന തരത്തിലാണ് തൃക്കരിപ്പൂരിനെ വിരിഞ്ഞു മുറുക്കി 5 റെയിൽവേ ഗേറ്റുകൾ. തൃക്കരിപ്പൂർ കാലിക്കടവ് പ്രധാന പാതയിൽ ബീരിച്ചേരി റെയിൽവേ ഗേറ്റാണ് വഴിമുടക്കി നിൽക്കുന്നതെങ്കിൽ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം കണ്ട വലിയ പറമ്പിലേക്കുള്ള കവാടമായ വെള്ളാപ്പ് റോഡിലാണ് രണ്ടാമത്തെ ഗേറ്റ്. തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ അതിരിലുള്ള നടക്കാവ് ഉദിനൂർ പ്രധാന പാതയിലാണ് മൂന്നാമത്തെ റെയിൽവേ ഗേറ്റ്. തൃക്കരിപ്പൂർ രാമവില്യം കഴകത്തിനടുത്താണ് തങ്കയം ഇളമ്പച്ചി പാതയിൽ 4ാമത് ഗേറ്റ്. തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ തെക്കൻ അതിരിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒളവറ ഉളിയത്ത് കടവിലേക്കുള്ള പാതയിലാണ് 5ാമത്തെ റെയിൽവേ ഗേറ്റ്. ഇവിടങ്ങളിലൊക്കെ മേൽപ്പാലം നിർമ്മിക്കുമെന്ന പ്രഖ്യാപനം അധികൃതർ നടത്തിയിട്ട് വർഷങ്ങൾ പിന്നിട്ടെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാത്തത് നിരവധി പഞ്ചായത്തുകളിലെ ജനങ്ങളെ യാത്രാ ദുരിതത്തിലാക്കുകയാണ്. വലിയ പറമ്പ്, പടന്ന, തൃക്കരിപ്പൂർ, പിലിക്കോട് തുടങ്ങിയ പഞ്ചായത്തുകളിലെ തീരമേഖലയിലുള്ള 10,000-ങ്ങൾക്ക് ടൗണിലെത്തിച്ചേരാൻ മറ്റു മാർഗങ്ങളില്ല. രാവിലെ മുതൽ രാത്രി വരെ റെയിൽവേ ഗേറ്റുകളിൽ പ്രദേശങ്ങളിലുള്ളവരുടേത് കുരുങ്ങിക്കിടക്കുന്ന ജീവിതചക്രമായി മാറി. 40-ൽ പരം സ്വകാര്യ KSRTC ബസ്സുകൾ കടന്നുപോകുന്ന തൃക്കരിപ്പൂർ പയ്യന്നൂർ പ്രധാന പാതയിലെ ബീരിച്ചേരി റെയിൽവേ ഗേറ്റിൽ 2016-ൽ പ്രഖ്യാപിച്ചതാണ് മേൽപ്പാലം. പക്ഷേ പ്രഖ്യാപനത്തിനപ്പുറം കാര്യമായ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. സാങ്കേതിക കുരുക്കുകൾ ചൂണ്ടിക്കാട്ടിയാണ് മേൽപ്പാല നിർമ്മാണം വൈകിപ്പിക്കുന്നത്. 5ഇടങ്ങളിലും മേൽപ്പാലങ്ങളുടെ നിർമ്മാണം നടത്താത്തതിൽ പ്രതിഷേധം കനക്കുകയാണ്. മേൽപ്പാലങ്ങളുടെ നിർമ്മാണം വേഗത്തിൽ ആരംഭിക്കണമെന്നും തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ കൂടുതൽ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഏപ്രിൽ 28-ന് 100-കണക്കിന് ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധ മനുഷ്യച്ചങ്ങല തീർക്കാൻ തീരുമാനിച്ചു. കടകളടച്ച് ബീരിച്ചേരി റെയിൽവേ ഗേറ്റ് മുതൽ ടൗണിലെ വെള്ളാപ്പ് റോഡ് ജംഗ്ഷൻ വരെയാണ് മനുഷ്യച്ചങ്ങല തീർക്കുക. വ്യാപാരികളുടെ നേതൃത്വത്തിൽ 2ാം ഘട്ട സമരമാണ് സംഘടിപ്പിക്കുന്നത്. ആദ്യഘട്ടം പാലക്കാട് റെയിൽവേ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തിയിരുന്നു. റെയിൽവേ ഗേറ്റുകൾ അടച്ചിടുമ്പോഴാണ് തൃക്കരിപ്പൂർ ടൗണിൽ നിരന്തരം ഗതാഗതക്കുരുക്കുണ്ടാകുന്നത്. പ്രശ്നപരിഹാരം വേഗത്തിലുണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കൾ പറഞ്ഞു. ഉർമീസ്, തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ചരിത്ര പ്രസിദ്ധമായ പാറപ്പള്ളി മഖാം ഉറൂസിന് തുടക്കമായി. സമസ്ത പ്രസിഡന്റും കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ഖാസിയുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉറൂസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ലോകത്ത് നമുക്ക് മറയാകുന്ന എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ അതിനെല്ലാം നാം ഉയർത്തിക്കളഞ്ഞ പൂർണ്ണമായും വിശുദ്ധമായ ഇമാനിനെ വളർത്തിയെടുക്കണം. ഈ ഇമാൻ എന്ന പ്രത്യേക ടെക്നോളജിയെ ഉപയോഗപ്പെടുത്താൻ നാം ശ്രമിക്കണം. ഇങ്ങനെ ജീവിച്ചവരാണ് നമുക്ക് മുമ്പേ കഴിഞ്ഞുപോയ മഹാന്മാരെന്ന് സമസ്ത പ്രസിഡന്റും കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ഖാസിയുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ചരിത്ര പ്രസിദ്ധമായ പാറപ്പള്ളി മഖാം ഉറൂസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഹാന്മാരുടെ
ആത്മീയമായ ഊർജം ലഭിക്കപ്പെടാനും അതോടൊപ്പം മഹാന്മാരെ പ്രത്യേകമായി കൊണ്ടുള്ള ഒരു സിയാറത്തിന് വേദിയൊരുക്കപ്പെട്ട് നമ്മോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മഹാന്മാർ മുഖേന അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യവും കൂടിയാണ് ഇവിടെ നമുക്ക് ലഭിക്കപ്പെടുന്നത്. ഇവരൊക്കെ ഈ മഹത്തുക്കൾ അവർ ജീവിച്ചു, അവരുടെ ജീവിത രീതി അവർ അല്ലാഹുവിലേക്കുള്ള പ്രയാണത്തിലായി. ചടങ്ങിൽ ജമാഅത്ത് പ്രസിഡന്റ് ഹാജി കെ അബൂബക്കർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നഈമി അൽ ബുഖാരി കൊല്ലം മുഖ്യപ്രഭാഷണം നടത്തി. പാറപ്പള്ളി മുദരിസ് മുനീർ ഫൈസി ഇർഫാനി, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ കെ അബൂബക്കർ ഹാജി, കൺവീനർ കെ എം അബ്ദുറഹ്മാൻ, എ എം ബഷീർ, പി അബ്ദുള്ള ഹാജി മയൂരി, ഇസ്മായിൽ സഅദി, നിസാർ ബാഗവി തുടങ്ങിയവർ സംബന്ധിച്ചു. എം കെ അസീനാർ കുണ്ടടുക്കം സ്വാഗതവും നാസർ മയൂരി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ണം പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മൂലക്കണ്ണം പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇതിലേറ്റവും പ്രധാനം മഴക്കാലം ആരംഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാലിന്യങ്ങൾ കുഞ്ഞു കൂടിക്കഴിഞ്ഞാൽ അതിനകത്ത് മഴ പെയ്ത് വെള്ളം കെട്ടി വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള രോഗങ്ങൾ വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ കാല അനുഭവങ്ങളൊക്കെ നമുക്കറിയാം. മഴ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഡെങ്കിപ്പനി, എലിപ്പനി തുടങ്ങിയിട്ടുള്ള സാംക്രമിക രോഗങ്ങൾ, മറ്റ് വയറുണ്ടായിട്ടുള്ള പനി കാര്യങ്ങളൊക്കെ വ്യാപകമായിട്ട് വരും. അപ്പോൾ ഇത് ഈ മാലിന്യം ഇതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിനകത്ത് മാലിന്യമുക്തമാക്കണമെന്നുള്ളത് നമ്മുടെ സംസ്ഥാന സർക്കാരും പഞ്ചായത്തും ഒക്കെ നേരത്തെ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്തും അതുപോലെ തന്നെ സംസ്ഥാനത്ത് ക്ലീൻ കേരള അതുപോലെ തന്നെ ക്ലീൻ അജാനൂർ എന്ന പദ്ധതിയുടെ ഭാഗമായിട്ട് എല്ലാ വർഷവും നമ്മുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ തന്നെ അജാനൂർ പഞ്ചായത്തിനകത്ത് നടത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ക്ലീൻ അജാനൂർ എന്നുള്ള പ്രഖ്യാപനം നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ മാലിന്യത്തിൻ്റെ ഇങ്ങനെ വലിച്ചെറിയുന്നതും കുഞ്ഞുകൂടുന്നതും ഒരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പോലും ചില ആളുകൾ മറ്റേ വേസ്റ്റ് കാര്യങ്ങളൊക്കെ പ്ലാസ്റ്റിക്കൊക്കെ കെട്ടി വഴിയോരങ്ങളിലും അതുപോലെ തന്നെ മറ്റ് വളപ്പിലേക്കും വലിച്ചെറിയുന്ന സ്ഥിതിവിശേഷം ഇപ്പോഴും വ്യാപകമായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റുകയാണ്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി 15-ാം വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവൃത്തികൾ കുശവൻകുന്നിൽ നിന്നും ആരംഭിച്ചു. കെ വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു. അജാനൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം വി രാഘവൻ, മുൻ പഞ്ചായത്ത് അംഗം കെ മീന എന്നിവർ സംസാരിച്ചു. ഹരിതകർമ്മ സേനാ പ്രവർത്തകർ, തൊഴിലുറപ്പ് തൊഴിലാളികൾ, സന്നദ്ധ പ്രവർത്തകർ എന്നിവർ സംബന്ധിച്ചു. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം പി സ്നേഹ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്ര പുനഃപ്രതിഷ്ഠാ നിർമ്മാണം പൂർത്തിയായ വിവിധ പ്രവൃത്തികളുടെ സമർപ്പണം നടന്നു. നിരവധി ആളുകൾ ചടങ്ങിൽ സംബന്ധിച്ചു. മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ നടക്കുന്ന പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന് മുന്നോടിയായി ക്ഷേത്രത്തിൽ നിർമ്മാണം പൂർത്തിയായ വിവിധ പ്രവൃത്തികളുടെ സമർപ്പണം നടന്നു. ക്ഷേത്ര മാതൃസമിതി പണിതീർത്ത കാളരാത്രി അമ്മയുടെ പള്ളിയറ, ശ്രീ കുമ്മണാർക്കളരി ഭഗവതി ക്ഷേത്രത്തിന്റെ പിച്ചള പ്രവൃത്തികൾ, കാരാക്കോട്ട് കമലാരാജൻ നിർമ്മിച്ചു നൽകിയ ബലിക്കല്ല്, അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പളാർകുളങ്ങര ഭഗവതി ക്ഷേത്രം നിർമ്മാണം പൂർത്തിയാക്കിയ മാഞ്ഞാളിയമ്മയുടെ പള്ളിയറ, മടിയൻ കേളച്ചൻ വീട് രത്നാകരൻ ചെയ്ത പിച്ചള പ്രവൃത്തികൾ, മടിയൻ മുല്ലച്ചേരി നായരച്ചന്റെയും എൻ വി മനോഹരന്റെയും വകയായുള്ള കിഴക്കേ ഗോപുര ഗ്രാനൈറ്റ് പ്രവൃത്തികൾ, UAE പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് ചെങ്കല്ല് പാകിയ പ്രവൃത്തികളും, അണിയറയുടെ പുനർനിർമ്മാണ പ്രവൃത്തികളും, VM ജയദേവന്റെ വകയായുള്ള പാട്ടൂട്ട് കരിങ്കൽ പ്രവൃത്തികൾ, ക്ഷേത്ര ജീവനക്കാരുടെ വകയായുള്ള പിച്ചള പ്രവൃത്തികൾ,
മാരാർ സഭയുടെ വകയായുള്ള കാളരാത്രിയമ്മയുടെ കട്ടില, വാതിൽ, സോപാനം എന്നിവ പിച്ചള പാകിയ പ്രവർത്തികൾ, വടക്കിനിയിലെ ഗ്രാനൈറ്റ് പ്രവർത്തികൾ, ബാലകൃഷ്ണൻ പാലക്കിയുടെ വകയായുള്ള പടിഞ്ഞാറേ ഗോപുരത്തിന്റെ നിലം ഗ്രാനൈറ്റ് പ്രവർത്തികൾ, താഴത്തുവീട് തറവാട് അംഗം രാമകൃഷ്ണൻ ആയമ്പാറയുടെ വകയായുള്ള നാലമ്പലത്തിനകത്തുള്ള കരിങ്കൽ പ്രവർത്തികൾ എന്നിവയുടെ ആത്മസമർപ്പണം ക്ഷേത്രത്തിൽ ഭക്തജന കൂട്ടായ്മയുടെയും കഴക പ്രതിനിധികളുടെയും വിവിധ ക്ഷേത്ര ഭാരവാഹികളുടെയും മറ്റ് ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ നടന്നു. ഈ നവീകരണ പ്രവർത്തിക്കുന്ന തുടക്കം കുറിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഈ ധന്യമുഹൂർത്തത്തിൽ നമ്മൾക്ക് ഇത് കുറേ പ്രവർത്തികൾ ചെയ്ത് കുറേ കാര്യങ്ങൾ ഇന്ന് നമ്മളൊരു സമർപ്പണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇന്ന് ഒത്തുകൂടിയിട്ടുള്ളത്. ഏതായാലും ചില പണികൾ ബാക്കിയുണ്ട്, അത് നമുക്ക് തുടർന്നും ചെയ്യാം. ഏതായാലും ആയത്ര പോരാ, പണികൾ തീർത്ത് നമ്മൾ നല്ല മനസ്സോടെ നമുക്ക് ഇത് ദൈവം മുമ്പാകെ സമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ്. ആ ചടങ്ങിന് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതൊരു ആത്മസമർപ്പണമാണ്, മറ്റു വേറെ രീതിയിലെ സമർപ്പണമല്ല. നമ്മൾ ചെയ്ത പണി നമ്മളെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദേവന് സമർപ്പിക്കുന്ന രീതിയിലൊരു പ്രാർത്ഥനയാണ് നമുക്കിവിടെ വേണ്ടത്. ഏതായാലും അത് ചെയ്ത പണി തീർത്തേ ആളുകൾ, ഇപ്പോൾ നമുക്ക് ഈ കല്ലിൻ്റെ പണി മുമ്പേ തീർത്താണെങ്കിലും ആ തീർത്ത അതിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട്. കാളരാത്രിയമ്മയ്ക്ക് നമുക്ക് ചുറ്റും പിച്ചളടിച്ച മാതൃസമിതിയുടെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. മറ്റേ രത്നാകരം മറ്റൊരു പണി ചെയ്ത് പടിഞ്ഞാറ് ഭാഗത്ത് ചെയ്ത് വന്നിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന ഈ സമർപ്പണം, അത് ഏതിൻ്റെ സമർപ്പണമായാലും അത് പൂർണ്ണമനസ്സോടെ കാളരാത്രി അമ്മ, അതുപോലെ ക്ഷേത്രപാലേശ്വരനും മറ്റു ദേവീദേവന്മാരൊക്കെ സ്വീകരിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നവീകരണ കമ്മിറ്റി ചെയർമാൻ കെ വേണുഗോപാലൻ നമ്പ്യാർ, വി എം ജയദേവൻ, തോക്കാനം ഗോപാലൻ, സി വി തമ്പാൻ, ആത്മസമർപ്പണം നടത്തിയവർ, വിവിധ കഴക പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ ലീഗ് ചാമ്പ്യൻഷിപ്പ് നടക്കാവ് രാജീവ് ഗാന്ധി സിന്തറ്റിക് ടർഫിൽ പുരോഗമിക്കുന്നു. ഫസ്റ്റ് ഡിവിഷൻ, തേർഡ് ഡിവിഷൻ ടീമുകളുടെ മത്സരങ്ങളാണ് ഇവിടെ നടന്നു വരുന്നത്. സൗത്ത് സോണിലെയും സെൻട്രൽ സോണിലെയും മത്സരങ്ങളാണ് തൃക്കരിപ്പൂരിൽ നടക്കുന്നത്. ഫസ്റ്റ് ഡിവിഷനിൽ 3 മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഇളമ്പച്ചി FC ടീം, ഷൂട്ടേഴ്സ് യുണൈറ്റഡ്, തടിയൻകോവൽ, മനീഷ ക്ലബ് ടീമുകൾ 3 പോയിന്റുകൾ വീതം നേടിയിട്ടുണ്ട്. തേർഡ് ഡിവിഷൻ സൗത്ത് സോൺ മത്സരങ്ങളിൽ ചിറ്റാരിക്കൽ CDA, ബീച്ചാറക്കടവ്, സൂപ്പർ സൂക്കർ ടീമുകൾ 3 പോയിന്റുകൾ നേടിയിട്ടുണ്ട്. ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഫസ്റ്റ് ഡിവിഷൻ മത്സരത്തിൽ ഷൂട്ടേഴ്സ് യുണൈറ്റഡ് പടന്ന കാസർഗോഡ് തായലങ്ങാടി യാഫ ടീമുമായി ഏറ്റുമുട്ടും. ഫസ്റ്റ് ഡിവിഷനിൽ 15 ടീമുകളും, സെക്കൻഡ് ഡിവിഷനിൽ 12 ടീമുകളും, തേർഡ് ഡിവിഷനിൽ 12 ടീമുകളും ഉൾപ്പെടെ 39 ക്ലബ് ടീമുകളാണ് ലീഗ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. 1.5 മാസം നീളുന്നതാണ് ലീഗ് ഷെഡ്യൂൾ. ഉറുമീസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മഞ്ചേശ്വരം താലൂക്കിന്റെ ഹൃദയഭാഗമായ ഹൊസങ്കടിയിൽ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് അധികൃതരുടെ അവഗണന മൂലം സ്മാരകമായി മാറുന്നു. ദേശീയപാതയോട് ചേർന്ന സുസജ്ജമായ സ്റ്റാൻഡ് നിലവിലുണ്ടെങ്കിലും കാസർഗോഡ് മംഗളൂരു റൂട്ടിലോടുന്ന KSRTC സ്വകാര്യ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാൻ തയ്യാറാകാത്തത് യാത്രക്കാരെ വലയ്ക്കുകയാണ്. ദേശീയപാതയിലെ തിരക്കേറിയ വളവുകളിലും റോഡരികിലുമാണ് ബസ്സുകൾ നിലവിൽ യാത്രക്കാരെ കയറ്റുകയും ഇറക്കുകയും ചെയ്യുന്നത്. ഇത് കടുത്ത ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും കാരണമാകുന്നു. ബസ് സ്റ്റാൻഡിൽ കാത്തുനിൽക്കേണ്ട യാത്രക്കാർ ബസ് കിട്ടാനായി റോഡരികിൽ തടിച്ചുകൂടേണ്ടി വരുന്നത് പ്രായമായവർക്കും സ്കൂൾ കുട്ടികൾക്കും വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. സ്റ്റാൻഡ് ഉപയോഗിക്കാത്തതിനാൽ ഈ പ്രദേശം സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറുമോ എന്ന ഭീതിയിലാണ് നാട്ടുകാർ. RTOയും പോലീസ് അധികാരികളും അടിയന്തരമായി ഇടപെട്ട് ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും നിയമം ലംഘിക്കുന്നവർക്കെതിരെ കർശന പിഴ ഈടാക്കണമെന്നുമാണ് പൊതുജനങ്ങളുടെ ആവശ്യം. നമ്മുടെ ഹൊസങ്കടിയുടെ ഒരു അവസ്ഥ വളരെ ഗുരുതരമാണ്. 2 ഭാഗത്തും കാസർഗോഡ് നിന്ന് വന്ന് നിൽക്കുന്ന ബസ് തീരെ റോങ് സൈഡായിട്ട് അവിടെ ആനക്കല്ലിൽ നിന്ന് വരുന്ന ഒരു ബ്ലോക്കിലേക്ക് നിൽക്കുന്നു. അതുപോലെ മംഗലാപുരത്ത് ഭാഗത്തുനിന്ന്, തലപ്പാടി ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾ നമ്മുടെ ആ ബേക്കറിൻ്റെ മുന്നിൽ നിന്ന് മൊത്തം ബ്ലോക്കാവുന്നു. തീർച്ചയായിട്ടും പറയുന്നുണ്ടെങ്കിൽ ആ ബേക്കറിൻ്റെ മുന്നിൽ നിർത്തുന്ന സ്കൂട്ടിക്കാവട്ടെ കാറിനാവട്ടെ പോലീസ് കേസിട്ടിട്ടും പോകും. പക്ഷെ ഒരു ഹൊസങ്കടിയിൽ ഒരു സ്ഥലമില്ലാത്ത ഒരു ഹൊസങ്കടിയായിട്ട് മാറി. ഈ ഹൈവേ വന്നതിൻ്റെ ശേഷം ഹൊസങ്കടിയിൽ നിന്ന് സംസാരിക്കാനോ ഒരു പാർക്കിംഗ് ആക്കാനോ
ഒരു സ്ഥലമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തി. അതോടൊപ്പം നമുക്കിപ്പോൾ നോക്കി ഈ തലപ്പാടി വന്ന് നിൽക്കുന്ന ബസ്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നോക്കി, ലോക്കൽ ബസ്സായാലും KSRTC ആയാലും വന്ന് നിൽക്കുന്നത് വളരെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന നിലയ്ക്ക്. തൊട്ടപ്പുറത്ത് ബസ് സ്റ്റാൻഡുണ്ട്, ആ ബസ് സ്റ്റാൻഡിൽ നിർത്തിക്കോട്ടെ. ഇപ്പുറത്ത് കാസർഗോഡ് നിന്ന് വരുമ്പോഴേക്കും അങ്ങനെ തൊട്ടപ്പുറത്ത് ബസ് സ്റ്റാൻഡുണ്ട്, ആ ബസ് സ്റ്റാൻഡിൽ നിർത്തിക്കോട്ടെ, പ്രശ്നമില്ല. ഇതിന് നിയമപാലകന്മാർ ഇതിനൊരു ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഹൊസങ്കടിയിൽ ആക്സിഡൻറ്റ് ഇനിയും കൂടാൻ പോകുന്നു. ഇന്നലെ രാത്രിയും പോലും ഒരു ആക്സിഡൻ്റായി. കാരണം ആ ബസ് നിന്ന സമയത്ത് തലപ്പാടിയിൽ നിന്ന് വരുന്ന ഒരു സ്കൂട്ടി അവൻ ബസ്സിനെ ഓവർടേക്കാക്കി വന്നു. ആനക്കല്ല് റോഡിൽ നിന്ന് വരുന്ന ഒരു ജീപ്പ് പിക്കപ്പ്, ആ പിക്കപ്പിന് ഈ വണ്ടി കണ്ടില്ല, രണ്ടും ഏറ്റുമുട്ടി ആക്സിഡൻ്റായി. ഇതുപോലെയുള്ള അപകടങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അതിനുള്ള ഒരു നടപടി എടുക്കണമെന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. തലപ്പാടി ഭാഗത്തുനിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന ബസ്സെല്ലാം അത് ബസ്സിൻ്റെ സ്റ്റോപ്പിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല, ആർക്കും ഒരു പ്രശ്നം വരുന്നില്ല. ഇത് ആ എൻഡിൽ ആ വളവിൽ തന്നെ കൊണ്ടുപോയിട്ട് ബസ്സൊക്കെ നിർത്തുന്നതുകൊണ്ട് ഈ മംഗലാപുരം ഭാഗത്തുനിന്ന് കാസർഗോഡ് ഭാഗത്തുനിന്ന് പുറത്തേക്ക് പോകുന്ന വണ്ടിക്കാർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ട്രാഫിക് ബ്ലോക്കാണ്. ഈ ആക്സിഡൻറ്റിന് വരെ സാധ്യതയുള്ള ഒരു സംഭവമായിട്ട് സാഹചര്യം അവിടെ ഉണ്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ സ്റ്റോപ്പിൽ തന്നെ ബസ് നിർത്തുകയാണെങ്കിൽ എല്ലാവർക്കും നല്ല സൗകര്യമാണ്. സ്റ്റോപ്പ് വിട്ട് കുറച്ചും കൂടി ഫ്രണ്ട് പോയിട്ട് നിൽക്കുന്നതുകൊണ്ട് വണ്ടിക്കാർക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതൊന്ന് അധികൃതർ ശ്രദ്ധിച്ച് അതിനുള്ള നടപടി എടുക്കണമെന്നാണ് എൻ്റെ ഒരു വലിയ അഭിപ്രായം. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വെസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിഷു ആഘോഷിച്ചു. കാസർഗോഡ് നീർച്ചാൽ കന്യാപ്പാടിയിലെ ആശ്രയ ആശ്രമത്തിലെ അന്തേവാസികൾക്കൊപ്പമായിരുന്നു വിഷു ആഘോഷം. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വെസ്റ്റ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുതുവത്സരമായ വിഷു ആഘോഷത്തിന്റെ ഭാഗമായി കാസർഗോഡ് നീർച്ചാൽ കന്യപ്പാടിയിലെ ആശ്രയ ആശ്രമത്തിൽ ഉച്ചഭക്ഷണ സൗകര്യമൊരുക്കി. പരിപാടിയിൽ ആശ്രമത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന രമേശ് ബേള ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് സംസാരിച്ചു. തുടർന്ന് എല്ലാവരും ചേർന്ന് സഹഭക്ഷണം നടത്തി. ഈ അവസരത്തിൽ യൂണിറ്റ് പ്രസിഡന്റായ വസന്ത് കരമനെ, സെക്രട്ടറി ശാലിനി രാജേന്ദ്രൻ, ട്രഷറർ അമിത്, ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മേഖലാ ജോയിന്റ് സെക്രട്ടറി ഗണേഷ് റൈ, യൂണിറ്റ് കമ്മിറ്റി അംഗമായ രതീഷ് രാമു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒരുപോലെ പഠനവും വിനോദവും സോഷ്യൽ ഇമ്പാക്റ്റുമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ബോർഡ് ഗെയിമുമായി ട്രൈ ബെസ്റ്റ് പ്രോ പ്രൈവറ്റ് ലിമിറ്റഡ് മെയ് 20-നും 31-നും ഇടയിൽ ഇതിന്റെ പ്രീ ലോഞ്ച് നടത്തുവാൻ ഉദ്ദേശിക്കുന്നതായും ഒഫീഷ്യൽ ലോഞ്ച് ജൂലൈ മുതൽ ഓഗസ്റ്റ് മാസങ്ങൾക്കിടയിൽ നടത്തുവാനാണ് പദ്ധതിയെന്നും അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജൂലൈ ഓഗസ്റ്റ്, അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റിലായിരിക്കും ഒഫീഷ്യൽ ലോഞ്ചിങ് വരുന്നത്. അത് എറണാകുളത്ത് വെച്ചാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് മുമ്പ് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പ്രീ ലോഞ്ചിന്റെ മുമ്പായിട്ട് ഇവിടെ കുറച്ച് മാർക്കറ്റ്, അതായത് ലോക്കൽ മാർക്കറ്റാണ് ഇപ്പോൾ നോക്കുന്നത് ഞങ്ങൾ. അതായത് ക്ലസ്റ്റർ ബേസിൽ ഞങ്ങളിപ്പോൾ ലോക്കൽ ഷോപ്പിന് പരസ്യം കുറിച്ച് ചെയ്യുന്നതുകൊണ്ട് ക്ലസ്റ്റർ ബേസിലാണ് ഞങ്ങൾ മാർക്കറ്റിംഗ് നോക്കുന്നത്. അപ്പോൾ ഗെയിമിന് വരുന്ന റേറ്റ് വരുന്ന വെച്ചാൽ 1499 റേറ്റ്. ഞങ്ങളിപ്പോ ഈ പ്രീ ലോഞ്ചിന് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട്. 1100 രൂപയുള്ളൂ. ഈ വരുന്ന പ്രീ ലോഞ്ചിന് 1100 രൂപ ഞങ്ങൾ ഇതിന് ഓഫർ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു മാർജിൻ ഇല്ലാന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഈ പരസ്യത്തിൽ നിന്ന് കിട്ടുന്ന നല്ല ശതമാനം ഞങ്ങൾ അവർക്ക് ഈ കളിക്കുന്ന പ്ലേയേഴ്സിന് തന്നെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ട്രൈ ബെസ്റ്റ് പ്രോ പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് കുഞ്ഞി എ, ഡയറക്ടർ ഖൈറുന്നിസ CA, കാസർഗോഡ് ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ അബ്ദുൽ അസീസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തുളുനാടിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ ഹിന്ദു മുസ്ലിം ഐക്യത്തിന്റെ ഉജ്ജ്വല പ്രതീകമായ ചരിത്ര പ്രസിദ്ധമായ ഉദ്യാവരം അർസു മഞ്ചിഷ്നാർ ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവത്തിന് ഭക്തി നിർഭരമായ തുടക്കം. മേടസംക്രമത്തിന് ശേഷം വരുന്ന ആദ്യ വെള്ളിയാഴ്ച വെളിച്ചപ്പാടന്മാർ പള്ളി സന്ദർശിക്കുന്നത് ഈ പ്രദേശത്തെ പൗരാണികമായ കീഴ്വഴക്കമാണ്. നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ആചാരമനുസരിച്ച് ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടന്മാർ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഉദ്യാവരം 1000 ജമാഅത്ത് പള്ളി സന്ദർശിക്കുകയും മുസ്ലിം സഹോദരങ്ങളെ ഉത്സവത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ചെയ്തു. ക്ഷേത്രത്തിലെ ഭണ്ഡാര വീട്ടിൽ നിന്നും പുറപ്പെട്ട വെളിച്ചപ്പാടന്മാരെ പള്ളിക്കമ്മിറ്റി ഭാരവാഹികളും ജനപ്രതിനിധികളും നൂറുകണക്കിന് മുസ്ലിം സഹോദരങ്ങളും ചേർന്ന് സ്വീകരിച്ചു. നാടിന്റെ വർഗീയ സൗഹാർദ്ദത്തിന് മാറ്റുകൂട്ടുന്നതായിരുന്നു ഈ ദൃശ്യം. പ്രത്യേക പരിഗണനയും ആദരവും കേവലം ക്ഷണം നൽകുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഈ ബന്ധം. ഉത്സവത്തിന്റെ പ്രധാന ചടങ്ങായ നേമോത്സവ ദിവസം പള്ളി ഭാരവാഹികൾക്കായി ക്ഷേത്രത്തിൽ പ്രത്യേക ഇരിപ്പിടങ്ങൾ ഒരുക്കാറുണ്ട്.
ഉത്സവവേളയിൽ ദൈവം നൽകുന്ന പ്രസാദം ജമാഅത്ത് ഭാരവാഹികൾക്ക് നൽകുന്നതോടെ ഈ സൗഹൃദ ബന്ധം കൂടുതൽ ദൃഢമാകുന്നു. മെയ് 9 ധ്വജാരോഹണത്തോടെയാണ് ഉത്സവത്തിന് ഔദ്യോഗിക തുടക്കം. മെയ് 11-12 ചരിത്രപ്രസിദ്ധമായ വാർഷിക ബണ്ടി ഉത്സവം. മതത്തിന്റെ അതിർവരമ്പുകൾക്കപ്പുറം ഹിന്ദു മുസ്ലിം ഉത്സവം എന്നറിയപ്പെടുന്ന ഈ ആഘോഷം സമൂഹത്തിന് സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും വലിയ സന്ദേശമാണ് നൽകുന്നത്. കിരൺ ഷെട്ടി, സഞ്ജീവ ഷെട്ടി, ഉമേഷ് പൂമണ്ണു, തിമ്മ ഭണ്ഡാരി, കുഞ്ഞണ്ണ ചൌട്ട, മഞ്ച റൈ തുടങ്ങിയ ക്ഷേത്ര ഭാരവാഹികളും പ്രാദേശിക പ്രമുഖരും ഈ ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചു. എല്ലാ വർഷത്തെ പ്രകാരം ഈ വർഷവും വിഷു കഴിഞ്ഞ ആദ്യത്തെ വെള്ളിയാഴ്ച ശ്രീ അർസുമഞ്ചീഷ്ണാർ ക്ഷേത്ര മാടയിൽ നിന്നും എല്ലാ അവരുടെ ഭക്താഭിമാനികളും അതോടൊപ്പം വെളിച്ചപ്പാടുമാറും എല്ലാവരും ഈ പള്ളിയിലേക്ക് ക്ഷണക്കത്തുമായി വന്നിരിക്കുകയാണ്. ഉത്സവമാണ് 4 ദിവസത്തെ ബണ്ടി ഉത്സവം. അതിനു വേണ്ടിയിട്ടുള്ള ക്ഷണക്കത്തുമായി ആമന്ത്രണ കത്തുമായി വന്നിരിക്കുന്നു. ആ പരിപാടിയൊക്കെ വളരെ ഭംഗിയായി കഴിഞ്ഞു. ഇത് വർഷങ്ങളായി നടക്കുന്ന ഒരു ചടങ്ങാണ്, അനുഷ്ഠാനങ്ങളാണ്, ആചാരങ്ങളാണ്. ഈ മാടാക്ഷേത്രത്തിൽ എല്ലാ വർഷവും നടക്കുന്ന ഉത്സവത്തിൽ അവിടെ പ്രത്യേകമായ ഒരു കട്ടുണ്ട്. അത് സിംഹാസന കട്ട എന്നാണ് അതിൻ്റെ പേര്. ആ സിംഹാസന കട്ടയിൽ പ്രത്യേകമായി ജമാഅത്തുകാർക്ക് ഇരിക്കാനുള്ള സ്ഥല സൗകര്യങ്ങളുണ്ട്. ആ സ്ഥല സൗകര്യങ്ങളിലിരുന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ സംസാരിക്കുകയും സൗഹാർദ്ദം പങ്കുവെക്കുകയും ചെയ്യുന്നു. എല്ലാ വർഷത്തെ പോലെയും ഈ വർഷവും വളരെ ഭംഗിയായി വന്നു. ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അവരെ സ്വീകരിച്ചു. അവർക്ക് വേണ്ട പാനീയങ്ങൾ നൽകി. എല്ലാ രീതിയിലും ഈ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് പോലും ഞങ്ങൾ വളരെ ഭംഗിയായി അവരെ സ്വീകരിച്ചിരിക്കുകയാണ്. ഉത്സവത്തിന് ഈ പള്ളിയിൽ നിന്നും പ്രതിനിധികൾ അവിടെ പങ്കെടുക്കുന്നതാണ്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. അത്തിക്കോത്ത് കളിയാട്ട ഉത്സവത്തിന് സമാപനമായി. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തരെ അനുഗ്രഹിച്ചു. അത്തിക്കോത്ത് AC നഗർ ജനകീയ കൂട്ടായ്മയിൽ പരിപാലിക്കുന്ന കരിഞ്ചാമുണ്ടിയമ്മ വിഷ്ണുമൂർത്തി ദേവസ്ഥാനം 2 ദിവസങ്ങളിലായി നടന്ന കളിയാട്ടം സമാപിച്ചു. നിരവധി തെയ്യങ്ങൾ ഭക്തർക്ക് അനുഗ്രഹം നൽകി. ആദ്യ ദിവസം വൈകുന്നേരം വാദ്യമേളങ്ങളോടുകൂടിയാണ് ഉത്സവം തുടങ്ങിയത്. തെയ്യം കൂടൽ, വിവിധ തെയ്യങ്ങളുടെ കുളിച്ചുതോറ്റം, തൊണ്ടച്ചൻ തെയ്യം, കരിഞ്ചാമുണ്ടിയമ്മ, രക്തചാമുണ്ടിയമ്മ, വിഷ്ണുമൂർത്തി, ഗുളികൻ എന്നീ തെയ്യങ്ങൾ ചെണ്ടമേളത്തിന്റെ താളത്തിൽ ഉറഞ്ഞാടി ഭക്തർക്ക് മഞ്ഞൾക്കുറി പ്രസാദവും അനുഗ്രഹവും നൽകി. തുലാഭാരം, അന്നദാനം, അനുബന്ധ പ്രാർത്ഥനകൾ, കലാപരിപാടികൾ എന്നിവയും നടന്നു. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകൾ ഉത്സവത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാടിനെ വിറപ്പിച്ച റിപ്പർ ചന്ദ്രൻ കേസിലെ നിർമ്മാണ ദൃക്സാക്ഷിയെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കേസിലെ പ്രധാന ദൃക്സാക്ഷിയായിരുന്ന കാസർഗോഡ് മഞ്ചേശ്വരം വാമഞ്ചൂർ സ്വദേശി ബാലചന്ദ്രനെയാണ് സ്വന്തം വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മഞ്ചേശ്വരം ചൌക്കി ഗ്രാമത്തിന്റെ വേദനയായി ഉമറുൽ ഫാറൂഖ്. കുണ്ടുകോളക്കെ കടൽ തീരത്ത് തിരമാലയിൽപ്പെട്ട് കാണാതായ ഉമറുൽ ഫാറൂഖിനായി ഒരു നാടൊന്നാകെ പ്രാർത്ഥനയിലായിരുന്നു. ആ പ്രാർത്ഥനകളെ വിഫലമാക്കിക്കൊണ്ട് ഹൊസബെട്ടു കടപ്പുറത്ത് നിന്നുമാണ് ഉമറുൽ ഫാറൂഖിനെ കണ്ടെത്തിയത്. ഹെഡ്മാസ്റ്റേഴ്സ് ഫോറം ഹോസ്ദുർഗ് ഉപജില്ല യാത്രയപ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ VV രമേശൻ ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂരിലും പരിസര പ്രദേശങ്ങളിലുമായി 5 റെയിൽവേ ഗേറ്റുകളാണ് വാഹനയാത്രക്കാരെ കുരുക്കിയിടുന്നത്. മേൽപ്പാലങ്ങൾ അനുവദിച്ചുവെന്ന പ്രഖ്യാപനമല്ലാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ 1 പതിറ്റാണ്ട് കഴിഞ്ഞും യാഥാർത്ഥ്യമായില്ല. ചരിത്ര പ്രസിദ്ധമായ പാറപ്പള്ളി മഖാമുറൂസിന് തുടക്കം. സമസ്ത പ്രസിഡന്റും കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ഖാസിയുമായ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഉറൂസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡ് സാനിറ്റേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നു.
മടിയൻകുളം ക്ഷേത്രപാലക ക്ഷേത്ര പുനഃപ്രതിഷ്ഠ നിർമ്മാണം പൂർത്തിയായ വിവിധ പ്രവൃത്തികളുടെ സമർപ്പണം നടന്നു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.